മരിച്ചത് പറയാൻ പോവാ. അപ്പൊ അറിഞ്ഞില്ലേ? ഭ്രമയുഗ കലിയുഗത്തിന്റെ അപഭ്രംശം. അതുപോലെ ഈ സമയം ഭ്രമയുഗം കണ്ടപ്പോൾ എനിക്ക് നാച്ചുറലി തോന്നി ഇതൊരു മാന്ത്രിക നോവൽ വായിക്കും പോലെ, അല്ലെങ്കിൽ ഒരു മുത്തശ്ശി കഥ പോലെ എനിക്ക് നാച്ചുറലി ഫീൽ ചെയ്തു. അങ്ങനെ മലയെക്കോട്ടെ നാച്ചുറലി ഫീൽ ചെയ്തിരുന്നെങ്കിൽ അതും അങ്ങനെ തന്നെ പറഞ്ഞേനെ. ഇത് രണ്ടാമത്തെ ദിവസം ക്യാപ്സ്യൂൾ ഇറക്കിയിട്ട് ഇത് മുത്തശ്ശി കഥയാണ് എന്ന് പറഞ്ഞിട്ട് എത്ര ഇടി വെട്ടണം അതിലൊരെണ്ണം. അപ്പൊ ഞാൻ തിയേറ്ററിൽ കാണാൻ പോകുമ്പോ ഞാൻ മുൻധാരണകള് വെച്ചിട്ട് പോകുന്നതിൽ അർത്ഥമില്ല. ഇത് എന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ തന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ മാത്രം ഉദ്ദേശിച്ചാണ്. സംശയമുണ്ടോ? വെജിറ്റേറിയൻ ഹോട്ടലിൽ പോയിട്ട് വന്നിട്ട് അനുരാഗ് കശ്യപ് പറഞ്ഞ പോലെ അവിടെ പോയിട്ട് ബീഫ് വെച്ചിട്ട് കാര്യമില്ല. അവിടുന്നും കിട്ടി ഇവിടുന്നും കിട്ടി. മാസ് ആളുകൾക്ക്, അതായത് ജനങ്ങൾ, സാധാരണ പബ്ലിക് ഇഷ്ടപ്പെടുന്ന ഒരു മാസ് സിനിമ. അത് ഭയങ്കര വലിയ സിനിമകൾക്ക് മാത്രമേ തിയേറ്ററിൽ ആളുള്ളൂ, തിയേറ്റർ എക്സ്പീരിയൻസിന് വേണ്ടി മാത്രമാണ് ആളുകൾ വരിക എന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. നല്ലതാണ്, പക്ഷെ വലിയ സിനിമകൾ മാത്രമാണെന്നുള്ളൊരു തോന്നല് അത് തെറ്റിദ്ധാരണയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മനഃപൂർവ്വം കരുതിക്കുട്ടി എന്നെ കരിവാരി തേക്കാനുള്ള ശ്രമമാണ് സർ. ഈ പറഞ്ഞ പല റിവ്യൂസും മോശം പറഞ്ഞ സിനിമകൾ ഇവിടെ സൂപ്പർ ഹിറ്റ് ആയിട്ടുണ്ട്. ഇവര് നല്ലതാന്ന് പറഞ്ഞ പല പടങ്ങളും തിയേറ്ററിൽ ഓടിയിട്ടില്ല. എന്നെ നാണം കെടുത്തരുത്, ഇവർക്കൊക്കെ എന്നെ വലിയ ബഹുമാനമാണ്. മമ്മൂട്ടി ആണെങ്കിൽ പോലും ഈ ഇത്രയും പടങ്ങൾ ഹിറ്റായിട്ട് ഓടിച്ച് എല്ലാം കഴിഞ്ഞിട്ടും ഈ ഓൺലൈനിലാണെങ്കിലും അല്ലാത്തടത്തും എല്ലായിടത്തും ഒരു ഹമ്പിളായിട്ടും അതൊരു ക്ലാസ് ആയിട്ട് സ്റ്റാൻഡേർഡ് ആയിട്ടൊക്കെ ഇടപെടുന്നുണ്ട്. അയാളുടെ ഫാൻസും അങ്ങനെയാ, കച്ചറ ഉണ്ടാക്കുന്നില്ല. വിവരമില്ലാത്തവനാണെങ്കിലും സത്യം പറയൂ. മമ്മൂക്കയുടെ പടം ഇറങ്ങുമ്പോൾ മമ്മൂക്കയെ ഇഷ്ടപ്പെടുന്നവരെല്ലാം ആ പടത്തെ അതിന്റെ ആ എക്സ്പെരിമെന്റേഷനെയൊക്കെ സ്വാഗതം ചെയ്യുന്നതാണ് നമ്മൾ പൊതുവെ കണ്ടിട്ടുള്ളത്. കറക്റ്റാണല്ലേ? വളരെ ബോൾഡായിട്ടുള്ള ഡിസിഷൻസ് മമ്മൂക്ക എടുക്കുന്നു, അതിനെ സ്വാഗതം ചെയ്യുന്നു, അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നു. 100% ഞാൻ യോജിക്കുന്നു. അയ്യോ ഇത് മുത്തശ്ശി കഥയായിരുന്നു. രണ്ടാമത്തെ ദിവസമാണ് ഇത് ബോധം വന്നത് മുത്തശ്ശി കഥയായിരുന്നേന്ന് വാലിബിന് ഇറക്കിയപ്പോഴും. എന്നിട്ട് പിന്നെ ക്യാപ്സ്യൂളാണ് ഇത് നോട്ട്സ് എവരി വൺസ് കപ്പ് ഓഫ് ടീ. ഇത് ഈസോപ്പ് കഥയാണ്, മുത്തശ്ശി കഥയാണ്. ഇത് അങ്ങനെയല്ല ഈ സിനിമ കാണേണ്ടത്, ഇങ്ങനെയല്ല. ഇത് എങ്ങനെ സിനിമ കാണണമെന്ന് സിനിമാക്കാർ പഠിപ്പിക്കണം. അത് കാണുന്ന ആൾക്കാർ ടിക്കറ്റ് എടുത്താൽ തീരുമാനിച്ചോളൂ എങ്ങനെ കാണണമെന്ന്. വെറുതെ കഴിഞ്ഞ ആഴ്ച നടന്ന കാര്യങ്ങൾ പറഞ്ഞ് എന്നെ നാറ്റിക്കരുത്. ഇല്ലെങ്കിൽ എല്ലാരും കൂടെ എടുത്തിട്ട് ഇടിച്ച് എനിക്ക് ഇങ്ങനെയാണെന്ന് നിറയിക്കാൻ വയ്യ. ഇതിവിടെ അതിന്റെ ദപ്പുറത്ത് എല്ലാ വിരലുകളും